ആഷാഢ് കാ ഏക് ദിൻ്റെ മൂന്നാം രംഗത്തിൻ്റെ സമ്മറിയിൽ മൂന്നാം രംഗത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കണ്ടത് കാളിദാസ് മല്ലികയുടെ വീട്ടിൽ വരെയാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ട്. ആ ആ കുഞ്ഞിനെ നോക്കിയിട്ട് അവൾ പറഞ്ഞെന്താണ്, യഹ് മേര വർത്തമാൻ ഹേ എന്നാണ്. ഈ കുട്ടി എൻ്റെ ഇപ്പോഴത്തെ പ്രസൻ്റാണ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടീഷനിൽ ഞാനിപ്പോൾ ഇതിനെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ആര് വന്നു? വിലോം വന്നു. മല്ലികയെയും അതുപോലെ കാളിദാസനെയും നന്നായിട്ട് പരിഹസിക്കുകയാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകാൻ നേരത്ത് പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം വന്ന അതിഥിയാണ്, അയാൾക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് പറഞ്ഞ പരിഹാസത്തോടുകൂടി അവളെ നോക്കിയിട്ട് പോവുകയാണ്. അപ്പം മല്ലികയും കാളിദാസനും ഇപ്പോൾ ഒരുമിച്ച് അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുകയാണ്. അയാൾ സംസാരിക്കുക, मैंने घाटी में एक आहत हरिणशावक को देखा था और उठाकर यहाँ ले आया था. ആ പഴയ കാര്യം പറയണം. ഞാനൊരു മുറിവേറ്റ മാൻകിടാവിനെ കൊണ്ടുവന്നു, അതിനെ നീ നന്നായിട്ട് പരിചരിച്ചു. ഇതൊക്കെ മല്ലിക കേട്ടോണ്ടിരുന്നിട്ട് അപ്പോൾ ഇതൊക്കെ മല്ലികയുടെ മനസ്സിൽ വീണ്ടും ഒരു മോഹം ശരിക്കും ഉണ്ടാക്കുകയാണ്. മല്ലിക ചുപ്ചാപ്പ് കാളിദാസ് की ओर देखती रही. കാളിദാസ് വഹാം സെ ഹട്ട്കർ ആസൻ കെ പാസ് ആയ, ഒരു ഇരിപ്പിടത്തിൽ വന്നിരുന്നു. തബ് അന്തർ സെ ബച്ചി കെ രോനെ കാ ശബ്ദ സുനായി പട. അപ്പോൾ വീണ്ടും അകത്തുനിന്ന് കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു. ബച്ചി കാ രോന സുൻകർ മല്ലിക ഛട്ട് സെ അന്തർ ചലി ഗയി. കുട്ടിയുടെ കരച്ചിൽ കേട്ട് അകത്തേക്ക് കയറിപ്പോയി മല്ലിക. ബാഹർ ഭാരി വർഷാ ഹോ രഹി തി. പുറത്ത് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിജലി ചമക്കിനെ ലഗി അവർ മേഘ ഗർജൻ സുനായി ദേ രഹാ ഥാ. അതിഭയങ്കരമായിട്ടുള്ള മേഘഗർജനവും ഇടിയും മഴയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുച്ച് ക്ഷണോ കെ ബാദ് മല്ലിക ബച്ചി കോ ലേക്കർ അന്തർ സെ ആയി. കുറച്ച് നിമിഷം അങ്ങോട്ട് കഴിഞ്ഞതും മല്ലിക കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. തബ് കാളിദാസ് കോ കമരേ മേ ന ദേഖ് മല്ലിക ദൗഡത്തി ഹുയി ചരോക്കെ കെ പാസ് ചലി ഗയി. അപ്പോൾ അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തു വന്നപ്പോൾ കാളിദാസിനെ ആ റൂമിലൊന്നും കണ്ടില്ല. കാണാത്തത് കൊണ്ട് മല്ലിക ഓടി ചരോക്കെ കെ പാസ്, ചരോക്ക എന്ന് പറഞ്ഞാൽ എന്താ, വാതിലല്ല, ജനലിൻ്റെ അടുക്കലേക്ക് വന്നു എന്നാണ്. ഉനോനെ ഊഞ്ചി ആവാസ്മയും കാളിദാസ് കോ പുകാര. അവൾ ഉറക്കെ കാളിദാസിനെ വിളിച്ചു. പോയി ഉത്തർണമില്ല, പക്ഷേ യാതൊരു മറുപടിയും കിട്ടിയില്ല. കാരണം ആ കുഞ്ഞാണിപ്പോൾ മല്ലികയുടെ ജീവിതത്തിൽ വീണ്ടും ഒരു തടസ്സമായിട്ട് വന്നിരിക്കുന്നത്. ആ കുഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കാളിദാസൻ മല്ലികയെ സ്വീകരിച്ചേനെ. അവിടെ മറ്റൊരു വശത്ത് നമുക്ക് നോക്കിയാൽ അയാൾ കാരണം, കാളിദാസ് കാരണമാണ് മല്ലികയുടെ ജീവൻ പാഴായത്, വിലോമിന് അവിടെ കയറി വരാനുള്ള അവകാശമുണ്ടായത്, വിലോമിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായതും ഒക്കെ കാളിദാസിൻ്റെ അവളെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. പക്ഷെ വീണ്ടും വന്ന് ചില വർത്തമാനത്തിലൂടെ അവളിൽ വീണ്ടും ഒരു മോഹമുണ്ടാക്കിച്ചു. പക്ഷേ വിലോമിൻ്റെ കുഞ്ഞിപ്പം കയ്യിലുള്ളത് കൊണ്ട് കാളിദാസൻ അവളെ സ്വീകരിക്കാനും പറ്റാത്തതുപോലെയായി. മല്ലിക കെ പയർ കുച്ചിക്ഷണ് ബാഹർ കി ഓർ ബഡേ. മല്ലിക പുറത്തേക്ക് കുറച്ചു നേരം നടന്നു. പരന്തു ബച്ചി കോ ബാഹോ മേ ദേഖ് കർ നിരാശ കെ സാത്ത് ജാക്കർ ആസൻ മേ ബൈഠ് ഗയി. പക്ഷെ അവൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. ആ കുഞ്ഞ് കയ്യിലിരിക്കുന്നത് കൊണ്ട് കാളിദാസൻ്റെ പിന്നാലെ പോകാനും അവൾക്ക് സാധിച്ചില്ല. നിരാശയോടുകൂടി വീണ്ടും ആ ഇരിപ്പിടത്തിൽ വന്ന് ഇരുന്നു. ബച്ചി കോ ഛാത്തി സെ ലഗാക്കർ മല്ലിക രോത്തി ഹുയി ഉസേ ചൂമിനെ ലഗി. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മല്ലിക കരഞ്ഞുകൊണ്ട് അതിനെ ചുംബിക്കുവാൻ തുടങ്ങി. തബ് ബിജ്ലി ബാർ ചമക്കത്തി രഹി. അപ്പോൾ വീണ്ടും
ഇടിമുഴക്കവും മിന്നലും കാണാൻ അതിൻ്റെയൊക്കെ ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി. അവർ മേഘഗർജൻ പി സുനായി ദേത്താ രഹ. ഇസി മാർമിക പ്രസംഗ പർ ആഷാഢ് കാ ഏക് ദിൻ കി കഥ സമാപ്ത് ഹോത്തി ഹെ. ഈ ഹൃദയസ്പർശിയായിട്ടുള്ള സന്ദർഭത്തിലാണ് ആഷാഢ് കാ ഏക് ദിൻ എന്നുള്ള നാടകത്തിൻ്റെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാളിദാസൻ ഇതിലെ ഏറ്റവും ഒരു വൾഗറായിട്ടുള്ള കഥാപാത്രമാണ്. സ്വന്തം സുഖത്തിനു വേണ്ടി അവൻ മല്ലികയെ പ്രേമിച്ചു. പക്ഷേ മല്ലികയുടെ നിർബന്ധപ്രകാരം അയാൾക്കൊരു നല്ല സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തനിക്കും ലഭിക്കുമല്ലോ എന്നോർത്ത് അവനെ ഉന്തിത്തള്ളി എങ്ങോട്ട് വിട്ടു? ഉജ്ജയിനിയിലേക്ക് വിട്ടു. പക്ഷെ അത് അവൾക്ക് തന്നെ തിരിച്ചടിയായി. അവൻ അവിടെ രാജകുമാരിയെ വിവാഹം കഴിച്ചു. അവിടെ സുഖമായിട്ട് കഴിഞ്ഞു. രാജകീയ പദവി കിട്ടി. വേറൊരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് വേണ്ടി കാളിദാസൻ പോകുന്നു. അതെല്ലാം വേണ്ടാന്ന് വെച്ച് വിരക്തതയോടുകൂടി, കാരണം കാളിദാസൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, താൻ രാജ്യഭാരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, രാജകൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ കവിഭാവന മുരടിച്ചു പോകും, തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവന് തീർച്ചയായിട്ടും ഗ്രാമപ്രദേശമായിരുന്നു ഏറ്റവും താല്പര്യം. പക്ഷേ ഒരു സ്ഥാനീയ കവി, ഒരു ലോക്കലായിട്ടുള്ള പ്രാദേശിക കവിയായി നിന്നാൽ അവൾക്കും ഒരു ജീവിതം കിട്ടില്ല എന്ന് കരുതിക്കൊണ്ടാണ് നേരെ അവനെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവൻ നന്ദികേട് കാട്ടുകയാണ് ചെയ്തത്. 2 വർഷമായിട്ട് അവളെ ഒന്നും നോക്കിയിട്ടില്ല, അല്ലേ? ഇതിനിടയ്ക്ക് നമ്മുടെ വില്ലൻ കഥാപാത്രമായിട്ടുള്ള വിലോ അവളുടെ ജീവിതത്തിൽ അനധികൃതമായി പ്രവേശിക്കുകയും അവളിൽ ഒരു കുട്ടിയെ ജനിപ്പിക്കുകയും ചെയ്യണം. അതോടുകൂടി അവളും പിന്നെ ആരൊക്കെ അവിടെ വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ആ തരത്തിൽ അവളുടെ ജീവിതവും നശിച്ചുപോയി. ഇതാണ് ആഷാഢ് കാ ഏക് ദിൻ എന്നുള്ള നാടകത്തിൻ്റെ സാരാംശം, 3 രംഗത്തിൻ്റെയും സാരാംശം കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കേൾക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. നിങ്ങളെ പേപ്പർ 2ൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ആഷാഢ് കാ ഏക് ദിൻ അതിൻ്റെ ചില നോട്ട്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ആഷാഢ് കാ ഏക് ദിൻ നാടക കി കഥാവസ്തു ലിഖി. നമ്മൾ 3 രംഗത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനി അതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു സമ്മറിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ചുരുക്കത്തിലുള്ള ഒരു സമ്മറി. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകാം, എങ്കിലും ഞാനത് വായിച്ചു തരാം. आषाढ़ का एक दिन श्री मोहन राकेश का सबसे लोकप्रिय नाटक है. इस नाटक में संस्कृत के सुप्रसिद्ध कवि कालिदास के जीवन की कुछ घटनाओं का चित्रण हुआ है. കാളിദാസൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മല്ലിക और कालिदास के प्रेम को आधार बनाकर नाटककार ने यथार्थ और भावना का द्वंद्व दिखाया. മല്ലികയുടെയും കാളിദാസൻ്റെയും പ്രേമത്തെ ആസ്പദമാക്കിയിട്ട് നാടകകൃത്ത് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള സംഘർഷത്തെ കാണിച്ചിരിക്കുന്നു. യഥാർത്ഥ ജീവിതവും ഭാവനാ നിർഭരമായിട്ടുള്ള ജീവിതവും രണ്ടാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു ക്ലാഷ്, അതാണിതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നാടകക്കാരനെ നാടകക്കെ ദ്വാര ഏക് സിദ്ധ് കിയാ ഹെ. നാടകകൃത്ത് നാടകത്തിലൂടെ ഒരു കാര്യം നമുക്ക് നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരുകയാണ്. എന്താണ്? ജീവൻ മേ ഭാവന കാഫി സ്ഥാൻ ഹോത്താ ഹെ ലേക്കിൻ യഥാർത്ഥ മേ ജീവൻ ജീനാ പഡ്താ ഹെ. ജീവിതത്തിൽ ഭാവനയ്ക്ക് സ്ഥാനമുണ്ട്, സാങ്കല്പികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും സ്ഥാനമുണ്ട്. പക്ഷേ യഥാർത്ഥമേ ജീവൻ ജീനാ പഡ്താ ഹെ, യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ചില സീരിയലിൽ കണ്ടിട്ടില്ലേ? അതും ആ സീരിയലിലുള്ള കാര്യമാണ് അല്ല പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുക. കഥാ കാ ആരംഭ് ആഷാഢ് കെ പഹലേ ദിൻ കി വർഷാ സേ ഹോത്തി ഹെ. കഥയുടെ തുടക്കം അങ്ങനെയാണ്. ആഷാഢത്തിലെ ആദ്യ ദിവസത്തെ മഴയുമായിട്ടാണ് കഥ ആരംഭിക്കുന്നത്. ഗാവ് കി വൃദ്ധ തഥാ വിധവ അംബിക കെ ഘർ മേ നാടക കി സാരി ഘടിത് ഹോത്തി. ഗ്രാമത്തിലെ വൃദ്ധയായ
വൃദ്ധയും വിധവയുമായിട്ടുള്ള അംബികയുടെ വീട്ടിൽ നാടകത്തിലെ എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്നു. अंबिका की बेटी है मल्लिका, वह कालिदास की भावनात्मक धरातल पर സച്ചാ പവിത്ര പ്രേം കർത്തി ഹെ. കാളിദാസനെ സാങ്കല്പികമായിട്ട് അല്ലെങ്കിൽ ഭാവന കൊണ്ട് ഭാവന നിർഭരമായിട്ടുള്ള ആ നിലയിൽ ആ ലെവലിൽ യഥാർത്ഥ പവിത്രമായിട്ടുള്ള സ്നേഹം കാണിക്കുകയാണ്. ലേക്കിൻ അംബിക മല്ലികാക്ക ഏക് പ്രേം വ്യാപാർ പസന്ത് നഹി കർത്തി. പക്ഷേ അംബികയാവട്ടെ, അംബിക ഒരുപാട് അനുഭവജ്ഞാനമുള്ള ഒരു സ്ത്രീയാണ്. ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തൻ്റെ മകളുടെ യൗവനയുക്തയായിട്ടുള്ള മകളുടെ പ്രേമ സല്ലാപങ്ങൾ, പ്രേമ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അംബികാക്കോ മാലൂം था कि मल्लिका और कालिदास के संबंध में गाँव में अनेक अपवाद फैले हैं. അംബികയ്ക്ക് മനസ്സിലായി മല്ലികയെയും കാളിദാസനെയും സംബന്ധിച്ച് ഗ്രാമത്തിലെമ്പാടും അപവാദങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. ഇസിലിയെ വഹു ക്രുത്ത് ഹെ, അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. ഉസ്കെ അനുസാർ കാളിദാസ് ആത്മസീമിത വ്യക്തി ഹെ. അവരുടെ അഭിപ്രായത്തിൽ കാളിദാസൻ വളരെ സ്വാർത്ഥനായിട്ടുള്ള, സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൻകാര്യം മാത്രം നോക്കുന്നവനാണ് കാളിദാസൻ എന്ന് ആ അമ്മയ്ക്കറിയാം. ജീവൻ മേ യഥാർത്ഥ കി പൂർത്തി ഭാവന മാത്ര സേ നഹി ഹോ സക്തി. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ പൂർത്തീകരിക്കാൻ ഭാവന കൊണ്ട് മാത്രം പറ്റില്ല. ഇസി ബീച്ച് ദന്തുൽ നാമക് ഗ്രാം പുരുഷ സേ പതാ ചൽത്താ ഹെ കി കാളിദാസ് കോ രാജകവി കാ പദ് ദേക്കർ സമ്രാട്ട് സമ്മാനിത് കർനാ ചാഹത്താ ഹെ. ഇതിനിടയിൽ ഗ്രാമപുരുഷനായിട്ടുള്ള ദന്തുലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാളിദാസന് രാജകവി എന്നുള്ള പോസ്റ്റ് നൽകിക്കൊണ്ട് ചക്രവർത്തി, ഉജ്ജയിനിയിലെ ചക്രവർത്തി അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണം എന്താ പറയുന്നത്? ഉജ്ജയിനിയിലെ സമ്രാട്ട് തന്നെ സ്വയം ഋതുസംഹാരം വായിച്ചു എന്നാണ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അവർ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, രാജാവ് ഇദ്ദേഹത്തിന് രാജകവി എന്നുള്ള പോസ്റ്റ് കൊടുത്തിട്ട് ആദരിക്കാൻ ആഗ്രഹിച്ചത്. മല്ലിക കോ കാളിദാസ് കെ സമ്മാനിത് ഹോനെ കാ സമാചാർ സുൻകർ ബഡി പ്രസന്നത ഹോത്തി ഹെ. മല്ലികയ്ക്ക് കാളിദാസന് ഇങ്ങനെ ഒരു ആദരവ് കിട്ടുന്നു എന്ന് വാർത്ത അറിഞ്ഞതും അവൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ലേക്കിൻ കാളിദാസ് സമ്രാട്ട് കാ സമ്മാൻ സ്വീകാർ കർനെ കെ ലിയെ തയ്യാർ നഹി ഹോത്ത. എന്നാൽ കാളിദാസനാകട്ടെ ചക്രവർത്തിയുടെ ആ റെസ്പെക്റ്റ് അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അയാൾ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ ഗ്രാമപ്രദേശമാണ് അയാളുടെ യഥാർത്ഥ ഭൂമി എന്ന് പറയുന്നുണ്ടല്ലോ. രാജകൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞാൽ കവിഭാവനയൊക്കെ നശിച്ചു പോകും എന്നും അയാൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ചക്രവർത്തിയുടെ ആ റെസ്പെക്റ്റ്, രാജകവി എന്നുള്ള സ്ഥാനം കൊടുക്കുന്നത് വാങ്ങാൻ തയ്യാറായില്ല. अंत में मल्लिका की प्रार्थना के अनुसार विवश होकर कालिदास राजकवि का पद സ്വീകാർ करने के लिए ഉജ്ജയിനി जाते हैं. അവസാനം എന്ത് ചെയ്യുന്നു? മല്ലികയുടെ റിക്വസ്റ്റ് പ്രകാരം, മല്ലിക മാത്രമല്ല, ദന്തുൾ എന്ന് പറയുന്ന കഥാപാത്രവും ഇദ്ദേഹത്തിൻ്റെ കാളിദാസിൻ്റെ വെൽവിഷറാണ്. രണ്ടാൾക്കാരും റിക്വസ്റ്റ് ചെയ്തു. എങ്കിലും കൂടുതലും മല്ലികയുടെ റിക്വസ്റ്റാണ്. അപേക്ഷ പ്രകാരം നിവർത്തിയില്ലാതെ കാളിദാസ് രാജകവി എന്നുള്ള ആ പോസ്റ്റ് സ്വീകരിക്കാനായിട്ട് ഉജ്ജയിനിയിലേക്ക് പോവുകയാണ്. കുച്ച് വർഷം ബീത്ത് ഗയെ, കുറച്ച് വർഷം അങ്ങോട്ട് കഴിഞ്ഞു. കാളിദാസ് ബഹുത്ത് പ്രസിദ്ധ ഹുയെ. ഉസ്നെ അന്യ ദോ തീൻ രചനായെ ഭി കി. അദ്ദേഹം രണ്ട് മൂന്ന് രചനകളും കൂടെ ചെയ്തിട്ടുണ്ട്. അഭിജ്ഞാനശാകുന്തളം അല്ലേ, അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളും കൂടി എഴുതി. മേഘദൂത, അഭിജ്ഞാനശാകുന്തളം, പിന്നെ കുമാരസംഭവം, ഇങ്ങനെയുള്ള ചില കൃതികളൊക്കെ എഴുതിയെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പർവോ മല്ലികാക്കോ പൂർണ്ണ രൂപസേ ഭൂൽ ഗയ. പക്ഷേ മല്ലികയെ അയാൾ പൂർണ്ണമായിട്ടും മറന്നു കഴിഞ്ഞു. മല്ലിക ദുഃഖി ഹോക്കർ കാളിദാസ് കി പ്രതീക്ഷ കർത്തി രഹി. മല്ലികയാകട്ടെ വളരെ വിഷമത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാളിദാസനെ കാത്തിരുന്നു. ഉജ്ജയിനി കെ കുച്ച് വ്യവസായിയോं से मल्लिका को एक समाचार मिला कि कालिदास का स्वभाव बिल्कुल बदल गया है और वो आज वारांगनाओं के साथ जीवन बिता रहा है.
അപ്പം ഉജ്ജയിനിയിൽ നിന്ന് വന്ന ചില വ്യാപാരികളിൽ നിന്ന് മല്ലികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കാളിദാസൻ്റെ സ്വഭാവം വളരെ മാറി. ഇന്നയാൾ ഒരുപാട് വേശ്യകളുമായിട്ട് ഉള്ള ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ദേവദാസികൾ എന്ന് പറയും കേട്ടോ. അവർ വെറും വേശ്യകൾ എന്നുള്ള അർത്ഥത്തിലല്ല പറയുക, ദേവദാസികൾ എന്താ പറയുക. രാജാക്കന്മാരുടെ വെപ്പാട്ടികൾക്കാണെന്ന് പറയുക, വേശ്യകൾക്കാണെന്ന് പറയുക, വാരാങ്കന എന്ന് പറയുക. യഹി നഹീം ഉസ്കാ വിവാഹ് രാജകന്യ പ്രേംഗുമഞ്ചരി കെ സാത്ത് ഹുവാഹെ. അങ്ങനെ ഒരുപാട് ദേവദാസികളോടൊപ്പം അയാൾ ജീവിക്കുന്നു. മാത്രമല്ല അയാളുടെ വിവാഹം രാജകന്യകയായിട്ടുള്ള പ്രിയങ്കുമഞ്ചരിയോടൊപ്പം നടക്കുകയും ചെയ്തു എന്ന്. ഏക് ദിൻ കാളിദാസ് അവർ പ്രിയങ്കമഞ്ചരി പരിജനവും കെ സാത്ത് ഗ്രാമേ ആത്തെ ഹെ. ഒരിക്കലും ഇവർ രണ്ടാൾക്കാരും ആ ഗ്രാമത്തിലോട്ട് വരെയാണ്. പ്രിയങ്കുമഞ്ചരി മല്ലിക സെ മിൽനെ ആയി ലേക്കിൻ കാളിദാസ് നഹി ആയ. പ്രിയങ്കുമഞ്ചരി മല്ലികയെ കാണാൻ വന്നു, എന്നാൽ കാളിദാസ് അങ്ങോട്ട് വന്നതേയില്ല. उसने मल्लिका को अपने साथ काश्मीर आने का निमंत्रण किया. പ്രിയങ്കുമഞ്ചരി മല്ലികയെ തന്നോടൊപ്പം കാശ്മീരിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചു. ക്യോങ്കി കാളിദാസ് കാശ്മീർ കാ ശാസക് ബൻ ചുകാ താ. കാരണം കാളിദാസ് കാശ്മീരിലെ ഭരണാധികാരിയായി കഴിഞ്ഞിരുന്നു. മല്ലികാനെ പ്രിയങ്കുമഞ്ചരിക്ക് നിമന്ത്രൺ കോ അസ്വീകാർ കിയ. ആ ക്ഷണത്തെ, പ്രിയങ്കുമഞ്ചരി വന്ന് ക്ഷണിച്ചല്ലോ, അതിനെ നിരസിക്കുന്നു. പിന്നെ മറ്റു ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. അത് നമുക്ക് ചെറിയ ക്വസ്റ്റ്യനിലൊക്കെ വരും, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഇവൾക്ക് കൊടുത്തു എന്നുള്ളത്. കുച്ച് വർഷ ഔർ ഭീ ബീത്ത് ഗയ്. കുറേ വർഷം കൂടി കഴിഞ്ഞു. മല്ലികാക്കി മാതാ അംബികാക്കി മൃത്യു ഹുയി. അമ്മ മരിച്ചു. മല്ലികാക്ക ജീവൻ തിതർ വിതർ ഹോ ഗയ. മല്ലികയുടെ ജീവിതം താറുമാറായി, തകർന്ന് തരിപ്പണമായി. മല്ലികാക്ക ജീവൻ വാരാങ്കനാവോ കെ ജീവൻ കെ സമാൻ ഹീത. അവളും ഒരു ഗണിക ജീവിതം, ഒരു വാരാങ്കനയുടെ ജീവിതം പോലെ അവളും ജീവിക്കുന്നു. മല്ലിക വിലോം നാമക്ക് ഗ്രാം പുരുഷയ്ക്ക് ബച്ചിക്ക് മാതാ ബൻ ജാത്തി ഹെ. ഗ്രാമപുരുഷനായിട്ടുള്ള വിലോമിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് അവൾ മാറുന്നു. ഉസ് അവസർ പർ കാളിദാസ് കാ മാതുൽ മല്ലിക കെ ഘർ ആത്താ ഹെ. ആ സമയത്ത് കാളിദാസൻ്റെ അമ്മാവൻ മല്ലികയുടെ വീട്ടിലേക്ക് വരുന്നു. വഹ് കഹ്താ ഹെ കി കാളിദാസ് കശ്മീർ ചോഡ്കർ കഹീം ചലാ ഗയാ ഹെ. കാളിദാസൻ കാശ്മീർ വിട്ടിട്ട് മറ്റെവിടെയോ പോയിരിക്കുകയാണ്. അവർ ലോകോം കാ വിചാർ ഹെ കി ഉസ്നെ സന്യാസ് ഗ്രഹൺ കിയാ ഹെ. ആൾക്കാരുടെ അഭിപ്രായത്തിൽ കാളിദാസൻ സന്യാസം സ്വീകരിച്ചിരിക്കുന്നു. പരന്തു മല്ലിക വിശ്വാസ് നഹീം കർ സകി കി കാളിദാസ് സന്യാസി ബൻ ഗയാ ഹെ. കാളിദാസൻ സന്യാസി ആയി എന്ന് മല്ലികയ്ക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മാതുൽക്കെ ചലേ ജാനെ പർ വഹാം കാളിദാസ് ആത്താ ഹെ. മാതുലൊക്കെ പോയതിന് ശേഷം അവിടെ കാളിദാസൻ വരുന്നു. കാളിദാസിനെ കഹ കി മുझे രാജകീയ ജീവൻ സേ കൃണ ഹുയി ഹെ. കാളിദാസൻ പറയാണ്, എനിക്ക് രാജകീയ ജീവിതം ഞാൻ വെറുത്തിരിക്കുന്നു, എനിക്ക് വെറുപ്പാണ് രാജകീയ ജീവിതത്തോട്. इसलिए मैं രാജപ്രാസാദ് ചോഡ്കർ അപ്പനെ പുരാനെ ഗ്രാമീണ ജീവൻ ബിതാനെ കെ ലിയെ ആയാ ഹൂ. അതുകൊണ്ട് ഞാൻ രാജകൊട്ടാരമൊക്കെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പഴയ ഗ്രാമീണ ജീവിതം നയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. पर उसको जब मालूम हुआ कि മല്ലിക വിലോം കി പുത്രി കി മാതാ ബൻ ചുക്കി ഹെ. പക്ഷേ പിന്നീട് അയാൾക്ക് മനസ്സിലായി, കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി, മല്ലിക വിലോമിൻ്റെ പുത്രിയുടെ അമ്മയായി എന്നറിഞ്ഞപ്പോൾ അവർ ഉസ്കെ ജീവൻ പർ വിലോം കാ അധികാർ ഹെ. മാത്രമല്ല അവളുടെ ജീവിതത്തിൽ ഇപ്പം വിലോമിനാണ് അവകാശമുള്ളത്. തബ് വോ മല്ലിക കോ ചോഡ്കർ കഹീം ദൂർ ചലാ ജാത്താ ഹെ. ഇത് അറിഞ്ഞതും മല്ലികയെ വിട്ടിട്ട് കാളിദാസൻ ദൂരേക്ക് എവിടെയോ പോകും. വളരെ ഒരു രൂപരേഖ പോലെ ആ സാരാംശം എഴുതിയതാണ് കേട്ടോ. പ്രസ്തുത നാടകമേ കാളിദാസ് കെ ജീവൻ വൃത്ത് സെ സംബന്ധിത ഘടനാവോ കാ വിവരൺ ഹെ. ഈ നാടകത്തിൽ കാളിദാസൻ്റെ ജീവിത കഥയുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളെയാണ് വിവരിച്ചിട്ടുള്ളത്. पर इस कथा को पूर्णतया ऐतिहासिक नहीं कहा जा सकता है. ചരിത്രത്തിൽ പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ മല്ലികയെ പ്രേമിച്ചു, പ്രിയങ്കുമഞ്ചരിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ ഈ പല കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ചരിത്രത്തിലില്ലാത്തതാണ്. അപ്പോൾ ലേഖകന് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു ലേഖകനും കുറച്ച് ഭാവനയിലുള്ള കാര്യങ്ങളും കൽപ്പനയും ചരിത്രവും രണ്ടും കൂടെ മിക്സ് ചെയ്ത് എഴുതാനുള്ള അവകാശം ലേഖകനുണ്ട്.
അതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ കുറച്ച് മിക്സിങ് വരുത്തിയിട്ടുള്ളത്. കഥാ ആരംഭ് ബഡാ നാടകീ ഓർ ആകർഷക് ഹെ. കഥയുടെ ആരംഭം വളരെ നാടകീയമാണ്, ആകർഷകമാണ്. ആഷാഢ് കാ പഹലാ ദിൻ ഹെ, മല്ലിക വർഷാ മേ ഭീഗ് കർ ആയി, അംബിക ബഹുത് ഗുസ്സേ മേ ഹെ, വഹ് മല്ലിക കെ വിവാഹ് കാ പ്രസംഗ് ഉഡ്തി ഹെ. അപ്പം ഉഠാത്തി ഹെ എഴുതാം കേട്ടോ അവിടെ. ആഷാഢത്തിലെ ആദ്യ ദിവസം മല്ലിക മഴയത്ത് നനഞ്ഞു വന്നു. അംബിക വളരെ ദേഷ്യത്തിലാണ്. മല്ലികയുടെ വിവാഹത്തിൻ്റെ സന്ദർഭത്തെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആ സമയത്ത് മല്ലികയോട് അമ്മ പറയുന്നു. മല്ലിക കഹ് ദേത്തി ഹെ കി വഹ് ഭാവന സേ പ്രേം കർത്തി ഹെ. പക്ഷേ മല്ലിക പറയുന്നത് എന്താണ്? ഞാൻ ഭാവനയോടാണ് എനിക്കിഷ്ടം, ഞാൻ ഭാവനയെ മനസ്സുകൊണ്ട് വരിച്ചിട്ടുണ്ട്. മാ സമझാത്തി ഹെ കി ജീവൻ മേ ഭാവന സേ കാം നഹി ചൽത്ത. അപ്പോൾ അമ്മയ്ക്കറിയാം ജീവിതത്തിൽ ഭാവന കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന്. യഹി ഇസ് നാടക കി മുഖ്യ സമസ്യ ഹെ. യാഥാർത്ഥ്യം ജീവിതവും ഭാവനാ നിർഭരമായിട്ടുള്ള ജീവിതവും രണ്ടാണ്. ഭാവനാ നിർഭരമായിട്ടുള്ള ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് യാതൊരു വർത്തമാന കാലഘട്ടത്തിൽ നമുക്കൊരു കാര്യവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാടകമേ മല്ലികയ്ക്ക് ചരിത്രക്കോ പ്രധാനത മിലി ഹെ. ഈ നാടകത്തിൽ മല്ലികയുടെ ക്യാരക്ടറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നാടകമേ ഉസ്കെ സുഖദുഃഖവും കാഹി വർണ്ണൻ ഹെ. നാടകത്തിൽ അവളുടെ സുഖദുഃഖങ്ങളെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. നാടകക്കെ അന്ത് തക്ക് പാഠവും തഥാ ദർശകവും കി സഹാനുഭൂതി മല്ലികയ്ക്ക് പ്രതി രഹത്തി ഹെ. നാടകത്തിൻ്റെ ആദ്യാവസാനം വായനക്കാരുടെ നാടകം കാണുന്ന ആൾക്കാരുടെയും അനുകമ്പ പാത്രമായിട്ട് മല്ലിക മാറുന്നു. നാടകക്കാരനെ മല്ലിക കി ദയനീയ ദശാക്കാഹി വർണ്ണൻ കർക്കെ. നാടകകൃത്ത് മല്ലികയുടെ ദയനീയ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് നാരി വർഗ് സേഹ് ബത്തായ ഹെ. സ്ത്രീ വർഗത്തിനോട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? തുമേ ഭാവനാവും കെ പീछे ജീവൻ കെ സ്ഥൂൽ കിന്തു ശാശ്വത പ്രശ്നവും കോ നഹി ഭൂൽന ചാഹിയെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഭാവനാ നിർഭരമായിട്ടുള്ള ജീവിതത്തിൻ്റെ പിന്നാലെ യഥാർത്ഥ ജീവിതത്തിൻ്റെ സ്ഥൂലമായ എന്നാൽ ശാശ്വതമായ പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങൾ മറക്കാതിരിക്കുക. ഭാവനയുടെ പിന്നാലെ പോയിട്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മറക്കരുത്. കാളിദാസിനെ നാടകക്കാരനെ കാളിദാസിൻ്റെ മറ്റൊരു പേരാണ് മാതൃഗുപ്ത് കെ ദ്വാര സ്വതന്ത്ര ജീവൻ കി സമസ്യ പർ ഭി വിചാർ കിയാ ഹെ. സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രശ്നം, അതിനെപ്പറ്റിയും നാടകകൃത്ത് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. രാകേഷ് ജിനെ സ്പഷ്ട കിയാ ഹെ. മോഹൻ രാകേഷ് വ്യക്തമാക്കുന്നത് രാജാശ്രയ സെ കലാകാർ കി സർഗ പ്രതിഭ പർ ആഘാത് ഹോനെ കി സംഭാവന ഹോത്തി ഹെ. രാജാവിൻ്റെ ആശ്രയത്തിൽ പോയാൽ കലാകാരന്മാരുടെ സർഗഭാവനയ്ക്ക് ആഘാതമുണ്ടാകാനുള്ള സർഗപ്രതിഭ നശിച്ചു പോകും, അതിനുള്ള സാധ്യത ഉണ്ടെന്നാണ്. സാത്ത് ഹി മാതുൽ കെ മൂസെ നാടകക്കാരനെ കഹലായാക്കി. അതോടൊപ്പം മാതുലിനുണ്ടല്ലോ അമ്മാവൻ, അയാളെ കൊണ്ട് നാടകകൃത്ത് പറഞ്ഞിരിക്കുകയാണ് രാജാശ്രയ മേ രഹിനെ സെ അധിക കഷ്ടതർ സ്ഥിതി സൻസാർ മേ ഹോഹി നഹി സക്തി ഹെ. രാജാശ്രയത്തിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടം പിടിച്ച ഒരവസ്ഥ ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ്. സംക്ഷേപമേ കഹേം തോ സംക്ഷേപമേ ഹം കഹ് സക്തേ ഹെ കി പ്രസ്തുത നാടക की രചന പുരുഷ की अहम वृत्ति की शिकार बनी नारी की दयनीय दशा के उद्घाटन के लिए की गई है. ഇപ്പം ചുരുക്കി നമുക്ക് പറയാൻ പറ്റും, ഈ നാടകം രചിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? പുരുഷവർഗത്തിൻ്റെ അഹംവൃത്തി എന്ന് പറഞ്ഞാൽ അഹങ്കാരഭാവം, അതിന് ഇരയായി മാറുന്ന സ്ത്രീയുടെ ദയനീയ ദശയെ പ്രകടിപ്പിക്കുക, ദയനീയ ദശയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടിയാണ് ഈ നാടകം എഴുതിയിട്ടുള്ളത്. കാരണം കാളിദാസൻ്റെ അഹങ്കാരത്തിൻ്റെ ഇരയായിട്ട് മാറി ആര്? മല്ലിക. ആ മല്ലികയുടെ ദയനീയ ജീവിതം അതാണ് ഈ നാടകത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത നാടകക്കെ പ്രമുഖ തത്വം കെ ആധാർ പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ. നാടകത്തിലെ പ്രധാന തത്വങ്ങളെ ആസ്പദമാക്കി ആഷാഢ് കാ ഏക് ദിൻ കി ആലോചന കീജി. ആഷാഢ് കാ ഏക് ദിൻ എന്നുള്ള നാടകത്തെ വിശകലനം ചെയ്യുക.
നാടകത്തിന് ചില തത്വങ്ങളുണ്ട്, വിശേഷതകളുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ട് ഈ നാടകത്തെ വിശകലനം ചെയ്യുക. മോഹൻ രാകേഷ് കാ ഏക് സഫൽ നാടക് ഹെ ആഷാഢ് കാ ഏക് ദിൻ, വിചാർ കീജിയെ. മോഹൻ രാകേഷിൻ്റെ മറ്റൊരു ചോദ്യമാണ്. മോഹൻ രാകേഷിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാടകമാണ് ആഷാഢ് കാ ഏക് ദിൻ. ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുക. मोहन राकेश बहुमुखी प्रतिभासंपन्न कलाकार थे. वे विख्यात नाटककार ही नहीं, एक कुशल कथाकार भी थे. उनके नाटक हिंदी नाटक साहित्य के मील का पत्थर कहा जाता है. ഇദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും, അദ്ദേഹം 3 നാടകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ആ 3 നാടകങ്ങളും ഹിന്ദി നാടക രംഗത്ത് ഒരു നാഴികക്കല്ലുകൾ തന്നെയാണ്. അതിന് ഈ നാടകങ്ങളെയൊക്കെ നാഴികക്കല്ലായിട്ട് കണക്കാക്കാം. ലഹരോ കെ രാജഹൻസ്, आधे अधूरे और आषाढ़ का एक दिन उनके प्रसिद्ध बहुचर्चित नाटक है. നാടക ജീവൻ കി അനുകൃതി നഹി ഹേ. നാടകം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു അനുകരണം മാത്രമല്ല, വരൻ ജീവൻ കി സച്ചി പ്രതിലിപി ഹേ, ജീവിതത്തിൻ്റെ യഥാർത്ഥ കാർബൺ കോപ്പിയാണ്. അതാണ് പ്രതിലിപി, ഒരു ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. നാടകമേ ഫൈലേ ഹുയെ ജീവൻ വ്യാപാർക്കോ ഐസി വ്യവസ്ഥ കെ സാത്ത് രഖാ ജാത്താ ഹെ. നാടകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ജീവിത പ്രവർത്തനങ്ങളെ ചിട്ടയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. കി പാഠകവുമേയും അധിക സെ അധിക പ്രഭാവ് ഉത്പന്ന ഹോ സകെ. വായനക്കാർക്ക് കൂടുതൽ കൂടുതൽ സ്വാധീനം, ഒരു എഫക്റ്റ് കിട്ടണം. ആ തരത്തിൽ നാടകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ചിട്ടയായിട്ട് വയ്ക്കാനും പറ്റും. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വായനക്കാർക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും. ഇതിലെ വിദ്വാനുവിനെ നാടകത്തെ മുഖ്യ തത്വമാനെ. അതുകൊണ്ട് വിദ്വാൻമാർ നാടകത്തിന് ചില വിശേഷതകളുണ്ട്, ചില തത്വങ്ങളുണ്ട് എന്ന് പറയുന്നു. ഏതൊക്കെയാണ്? കഥാവസ്തു, പാത്ര ഓർ ചരിത്രചിത്രൻ, കഥോപകഥൻ. ഇതിലറിയാത്ത വാക്കേതാണ് കഥോപകഥൻ എന്ന് പറഞ്ഞാൽ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ സംവാദ്, രണ്ടും പറയും. ദേശകാൽ ഓർ വാതാവരൺ. ഒരു നാടകം ഏത് കാലഘട്ടത്തിൽ, ഏത് നാട്ടിൽ, ഏത് സാഹചര്യത്തിൽ നടന്നു എന്നുള്ളതിനാണ് ദേശകാൽ ഓർ വാതാവരൺ. സങ്കലനത്രയം എന്നും പറയും, സങ്കലനത്രയം. പിന്നെ ഭാഷാശൈലി അവർ ഉദ്ദേശി അവർ ഏവം അഭിനേത. ഇത്രയും തത്വങ്ങൾ, ഇത്രയും വിശേഷതകൾ ഒരു നാടകത്തിന് വേണം. അബ് ഹം, അഭിനേത എന്ന് പറഞ്ഞാൽ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത്. അബ് ഹം നാടക കെ തത്വം കെ ആധാർ പർ ആഷാഢ് കാ ഏക് ദിൻ കി സമീക്ഷ കരെ. ഇനി നമുക്ക് നാടകത്തിലെ തത്വങ്ങളെ ആസ്പദമാക്കി ആഷാഢ് കാ ഏക് ദിൻ ഒന്ന് വിലയിരുത്താം. അല്ല, ആദ്യത്തെ വസ്തുത എന്താണ്? ആദ്യത്തെ തത്വം എന്താണ്? കഥാവസ്തുവാണ്. കഥാവസ്തു എന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ സ്റ്റോറിയാണ്, ഇതിവൃത്തം. കിസി ഭി നാടകമേ കഥാവസ്തു കാ അത്യന്ത മഹത്വ ഹെ. ഏതൊരു കൃതിയാകട്ടെ, ഏതൊരു നാടകത്തിലാകട്ടെ, സ്റ്റോറിക്ക് വളരെയധികം മഹത്വമുണ്ട്. आषाढ़ का एक दिन की कथावस्तु में ഇതിഹാസ് और കൽപ്പന का മിശ്രൺ हुआ है. ഈ നാടകത്തിൻ്റെ സ്റ്റോറിയിൽ ചരിത്രവും കൽപ്പനയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റും ചരിത്ര സംഭവങ്ങളല്ല, കുറച്ചൊക്കെ ലേഖകൻ്റെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. इसके अलावा नाटककार ने प्रचलित किंवदंतियों से भी प्रेरणा पाई है. കാളിദാസനെ പറ്റി പല പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും പിന്നെ പഴമക്കാർ പറഞ്ഞതുമായിട്ടുള്ള പല കിംവദന്തികളുണ്ടാവുമല്ലോ, കേട്ടുകേൾവികൾ. അതിൽ നിന്നും ഇദ്ദേഹത്തിന് എഴുതാനുള്ള പ്രേരണ കിട്ടി. കാളിദാസൻ്റെ ജീവിതത്തെ പ്രതിപാദിക്കാനുള്ള പ്രേരണ കിട്ടി. കാളിദാസ് और മല്ലിക की ആത്മീയത. കാളിദാസും മല്ലികയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. सम्राट के आदेश पर कालिदास का राजकवि बनकर ഉജ്ജയിനി में रहना. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം കാളിദാസൻ രാജകവിയായിട്ട് ഉജ്ജയിനിയിലേക്ക് പോയി താമസിക്കുന്നത്. രാജദുഹിത പ്രയുംഗുമഞ്ജരി സെ കാളിദാസ്